വലിയ മനുഷ്യനും ഷിഷ്താവൂക്കും. ഏതൊരു നാടിനെയും അതിന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് എടുത്തു പറയാൻ തക്ക ഒരു ഐക്കൺ എല്ലായിടത്തും ഉണ്ടാവും. ചില നാടുകൾ പ്രസിദ്ധിയിൽ അറിയപ്പെടുമ്പോൾ മറ്റു ചിലത് കുപ്രസിദ്ധിയിലായിരിക്കും. ഒരിടത്ത് കലാകാരന്മാരെ കൊണ്ടാണെങ്കിൽ മറ്റൊരിടത്ത് കായിക താരങ്ങളെ കൊണ്ടായിരിക്കും അറിയപ്പെടുക. മറ്റു ചിലയിടങ്ങൾ കൊള്ളക്കാരും കള്ളന്മാരും വിലസുന്ന നാടായിട്ടായിരിക്കാം. വസ്ത്രങ്ങൾക്ക് പ്രസിദ്ധിയാർജിച്ച നാടുള്ള ഒരു രാജ്യത്ത് ഭക്ഷണത്തിനും പ്രസിദ്ധിയുള്ള മറ്റൊരു നാടുണ്ടാകും. അങ്ങനെ ഓരോ നാടിനെയും അടയാളപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാത്ത നാടുകൾ കുറവായിരിക്കാം. ഇത്തരത്തിൽ ഓരോ രാജ്യത്തും പ്രസിദ്ധിയാർജിച്ച കാര്യങ്ങൾ ആ ജനതയുടെ ജീവിതത്തിൽ പല വഴിത്തിരിവുകൾ തീർക്കുന്നവയാണ്. ഇത്തരത്തിൽ ചരിത്രം അടയാളപ്പെടുത്തിയ ഒന്നാണ് ഇറാനിയൻ പരവതാനി നെയ്ത്ത്. പേർഷ്യൻ ജനതയുടെ വർത്തമാനത്തിന്റെയും ചരിത്രത്തിന്റെയും യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു അവരുടെ കലാവൈഭവവും. ആ രാജ്യത്തിന്റെ ഭൂതകാല ചിത്രങ്ങൾ പലതും അവരുടെ കലാസൃഷ്ടികളിൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്നത് നമുക്ക് കാണാനാകും. AD 651 1220 ഇടയിൽ അറബ് രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് സമാനമായി ഇറാനിൽ ഒരു പേർഷ്യൻ ഇസ്ലാമിക് സംസ്കാരവും ഉരുത്തിരിഞ്ഞു വന്നു. പുരാതന പേർഷ്യൻ സംസ്കാരവും ഇസ്ലാമിക സംസ്കാരവും ചേർന്നുണ്ടായ ഒന്ന് നെയ്ത്തിൽ മാത്രമല്ല, വാസ്തുവിദ്യകളിലും പൗരാണിക നിർമ്മിതികളിലും പ്രതിഫലിച്ചു. പരവതാനി നെയ്ത്തു വ്യവസായം ഇറാനിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. അതിന്റെ കീർത്തി അതിർത്തിക്കപ്പുറത്തേക്കും വ്യാപിച്ചു. പരമ്പരാഗത ഡിസൈനുകൾക്കൊപ്പം തന്നെ പ്രകൃതിയിൽ നിന്നുള്ള വിവിധ വർണ്ണങ്ങൾ നൽകി അവ വ്യത്യസ്ത രീതികളിൽ പ്രകടിപ്പിക്കപ്പെട്ടു. ഇറാനിയൻ പരവതാനികൾക്ക് അതിമനോഹരമായ സൗന്ദര്യം മാത്രമല്ല, ആധുനിക നാഗരികതയോളം പഴക്കമുള്ള ചരിത്രവുമുണ്ട്. തബ്രിസ് മുതൽ ഇസ്ഫഹാൻ വരെയുള്ള ഗ്രാമീണ നഗരങ്ങളിൽ പരവതാനി നെയ്ത്ത് ജീവിതചര്യയുടെ ഭാഗമായി വളർത്താൻ ഇറാനികൾക്കായി. ആ രാജ്യത്തിന്റെ പ്രസിദ്ധി ലോകമറിയാൻ ഭരണകൂടം തന്നെ നെയ്ത്ത് പ്രോത്സാഹിപ്പിക്കാൻ പല പദ്ധതികളും നടപ്പാക്കി. നെയ്ത്തിനൊപ്പം തന്നെ മറ്റു ജോലികൾ തേടിയും ഇറാനികൾ ഗൾഫിലേക്ക് ചേക്കേറിയിരുന്നു. ഗൾഫുമായി അതിർത്തി പങ്കിടുന്ന ബന്ദർ അബ്ബാസ്, ലാർ, ഖുഞ്ച്, കൗഡായി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള സുന്നി വിശ്വാസികളാണ് കൂടുതലായും ഗൾഫ് ജോലി തേടിയെത്തിയത്. എന്നാൽ ഷിയാക്കൾ വ്യാപാരം പച്ചപിടിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് പേർഷ്യൻ ഗൾഫും ഒമാൻ കടലിടുക്കും കടന്ന് ഗൾഫിലെത്തിയത്. പഴയകാലത്ത് ഏറെ പേരും ഇറാഖിലെ കർബല കടന്ന് കുവൈത്തിലെത്തിയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടന്നിരുന്നത്. ഇങ്ങനെ വന്നവരിൽ പിന്നീട് സൗദിയിലും ബഹ്റൈനിലും UAE-യിലുമായി കച്ചവടങ്ങളിലാണ് വ്യാപൃതരായത്. ബദാം, പിസ്ത, കുങ്കുമപ്പൂ, കാവ്യാർ അതായത് മീൻമുട്ട തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിലാണ് ഗൾഫിലേക്ക് കടന്നവർ കൂടുതലും ശ്രദ്ധയൂന്നിയത്. മറ്റു ചിലരാകട്ടെ ഇറാനിൽ നിന്നുകൊണ്ട് തന്നെ നാനാ രാജ്യങ്ങളിലെ കമ്പോളങ്ങളിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റൊഴിയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അശ്രാന്ത പരിശ്രമവും നടത്തിപ്പോന്നു. അവരിൽ ഒരാളാണ് ഞാൻ അലി എന്ന് വിളിച്ചിരുന്ന മുഖ്താർ ദസ്തഖീർ അലി. ലോകോത്തര പ്രദർശനങ്ങൾക്ക് വേദിയാകുന്ന ദുബായ് വിമാനത്താവളത്തോട് ചേർന്ന ദുബായിലെ എക്സിബിഷൻ സെന്ററിൽ നിന്നാണ് അലിയെ ഞാൻ ആദ്യമായി കാണുന്നത്. ഇറാനിയൻ പരവതാനിയുടെ പ്രദർശനം നടക്കുന്ന സമയമാണത്. അക്കാലത്തത് ദുബായിലെ ഏറ്റവും വലിയ എക്സിബിഷനുകളിൽ ഒന്നായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ മണിക്കൂറുകളോളം വരി നിന്നാണ് പേർഷ്യൻ കലയുടെ അസാധാരണത്വം മിഴിതുറക്കുന്ന പരവതാനികൾ കാണുന്നത്. വാസ്തുവിദ്യ, മൺപാത്ര നിർമ്മാണം, കാലിഗ്രാഫി, കൊത്തുപണി തുടങ്ങിയവയ്ക്ക് പുറമെ പട്ടിൽ തീർത്ത പരവതാനികൾ നിർമ്മിക്കാനും ഇറാനികൾക്ക് പ്രത്യേക വൈഭവമാണ്. പഴയകാല ഡിസൈനുകളെ കൈവിടാതെ നൂതനമായ സാങ്കേതിക വിദ്യകളും പുതിയ കാലത്തിന്റെ ആവിഷ്കാരങ്ങളും അതിലേക്ക് അവർ കൊണ്ടുവന്നു. 1990-കളിലാണ് പരവതാനി എക്സിബിഷന് ദുബായ് വേദിയായി തുടങ്ങുന്നത്. പിന്നെയും 3-4 വർഷം കഴിഞ്ഞ് 1995-ലാണ് ഞാൻ ആദ്യമായി പ്രദർശനം കാണാൻ പോകുന്നത്. എന്റെ കച്ചവട കേന്ദ്രമായ കരാമ മാർക്കറ്റിൽ സുന്നികളായ ധാരാളം ഇറാനി കച്ചവടക്കാരും അന്നുണ്ട്. ഷിയ മുസ്ലിങ്ങളായ കച്ചവടക്കാർ വിരലിലെണ്ണാവുന്നവർ മാത്രമായിരുന്നു. ഇന്നത്തെ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1-നോടടുത്തായുള്ള വിശാലമായ ഹാളിലാണ് പ്രദർശനം. ടെഹ്റാൻ, ഷിറാസ്, ഇസ്ഫഹാൻ തുടങ്ങിയ ഇറാനിയൻ നഗരങ്ങളിൽ നിന്ന് വിമാനത്തിലാണ് കാർപ്പറ്റുകൾ കൊണ്ടുവന്നിരുന്നത്. 500ഓളം ഇറാനി പ്രദർശകർ ആയിരക്കണക്കിന് ഡിസൈനുകളിലുള്ള പരവതാനികൾ സന്ദർശകർക്കായി വിരിച്ചിടുന്ന കാഴ്ച കാണാനാണ് ഞാനും പോയത്.
5 ദിവസത്തെ പ്രദർശനത്തിൽ ആദ്യ 3 ദിവസം കച്ചവടക്കാർക്ക് മാത്രമായിരുന്നു പ്രവേശനം. അവസാന 2 ദിവസം പൊതുജനങ്ങൾക്ക് കാണാനും സാധനങ്ങൾ വാങ്ങാനും സൗകര്യമുണ്ട്. 4-ാമത്തെ ദിവസം രാവിലെ തന്നെ ടാക്സിയിൽ പ്രദർശന ഹാളിലേക്ക് വെച്ചുപിടിച്ചു. 9 മണിയായപ്പോഴേക്കും ഹാളിന് മുന്നിൽ നിറഞ്ഞ ജനക്കൂട്ടം. സൂപ്പർ ഹിറ്റ് സിനിമകൾ കാണാൻ സിനിമാ കൊട്ടകകൾക്ക് മുമ്പിൽ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്ന രംഗമാണ് മനസ്സിലെത്തിയത്. ഇംഗ്ലീഷുകാരും ആഫ്രിക്കക്കാരും ഫ്രഞ്ചുകാരും കറുത്ത വംശജരായ അമേരിക്കക്കാരും അറബ് വംശജരുമെല്ലാം വെള്ളക്കുപ്പിയും ലഘുഭക്ഷണങ്ങളുടെ പാക്കറ്റുകളുമായി ഹാളിലേക്ക് കയറാൻ തിരക്കുകൂട്ടുകയാണ്. കൂട്ടത്തിൽ കുട്ടികളുടെ കലപില ശബ്ദവും. കുടുംബസമേതം വന്നവരും ധാരാളമാണ്. ദുബായിലെ പലതരത്തിലുള്ള ഫെസ്റ്റിവലിന് വരുന്നത് പോലെയാണ് കുട്ടികളെയും കൊണ്ട് കുടുംബം എത്തിയിരിക്കുന്നത്. അതിന് മാത്രമുള്ള വല്ല അത്ഭുതവും അതിനുള്ളിൽ ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് തമാശ രൂപേണ മനസ്സിലും നിറഞ്ഞു. അപ്പോഴേക്കും സുരക്ഷാ ജീവനക്കാരെത്തി ആളുകളോട് വരിവരിയായി നിൽക്കാൻ പറയുകയാണ്. ചുറ്റിനും കണ്ണോടിച്ചപ്പോൾ കരാമയിലെ കടയിൽ വരുന്നവരും പരിചയക്കാരുമായ നിരവധി പേർ, ഏറെയും അറബ് ഇംഗ്ലീഷ് വംശജർ. 1 മണിക്കൂറോളം കാത്തുനിന്ന ശേഷമാണ് അകത്തേക്ക് കയറുന്നത്. മെയിൻ ഗേറ്റ് തുറന്നതോടെ കല്യാണപ്പന്തലിലേക്ക് ബിരിയാണി കഴിക്കാൻ വിളിച്ചതുപോലെ ചുറ്റും നോക്കാതെ കുത്തിക്കയറാൻ നോക്കുകയാണ് ആളുകൾ. തൊട്ടടുത്തയാളെ തള്ളിയും ഉന്തിയും ആദ്യമെത്താൻ മത്സരിക്കുന്നു. അതിനിടയ്ക്ക് പലരുടെയും വെള്ളക്കുപ്പികളും ബാഗും നിലത്ത്. ഒരുവിധം ഞാനും ഇടിച്ചു കയറി. 5-6 പവലിയനുകൾ കയറി ഇറങ്ങിയപ്പോൾ തന്നെ പരവതാനികൾ മാന്ത്രികത തീർക്കുന്ന മായാലോകത്താണ് എത്തിയതെന്ന ബോധ്യം വന്നു. ഒരു പരവതാനിയിൽ തന്നെ ലക്ഷക്കണക്കിന് നോട്ട്സുകളുള്ള അപൂർവവും വില കൂടിയതുമായവ വരെ അക്കൂട്ടത്തിലുണ്ട്. ഇവയിൽ പലതും മാസങ്ങളും വർഷവും എടുത്ത് നെയ്തെടുക്കുന്നവയാണ്. ഒരു ചെറിയ നിസ്കാരപ്പായയുടെ വലിപ്പമുള്ള പരവതാനികൾ വരെ 30,000 ദിർഹംസിനാണ് വിറ്റഴിക്കുന്നത്. ഇന്നത്തെ കണക്ക് നോക്കിയാൽ 6 ലക്ഷത്തിനടുത്ത് മൂല്യം വരും. പരിചയക്കാരനായ അമേരിക്കക്കാരനായ സ്കോട്ട് സ്റ്റീഫനെ ഹാളിൽ വെച്ച് കണ്ടു. ദുബായ് സീമൻസ് ക്ലബിന്റെ മാനേജറായിരുന്നു അദ്ദേഹം. സ്കോട്ട് അവിടെ നിന്ന് വാങ്ങിയ പരവതാനി കണ്ട് അത്ഭുതം തോന്നി. വില 25,000 ദിർഹം. ആർക്കെങ്കിലും സമ്മാനമായി നൽകാനാണോ എന്ന ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് സ്കോട്ട് യെസ് പറഞ്ഞു. തന്റെ പ്രിയപ്പെട്ട വളർത്തുനായയ്ക്ക്. ദുബായിലെ വില്ലയിൽ വളർത്തുന്ന നായ്ക്ക് കിടക്കാനുള്ള കൂട്ടിൽ വിരിക്കാനാണത്രേ സ്കോട്ട് ഇത്രയും തുക നൽകി പരവതാനി വാങ്ങിയത്. ഞാൻ മൂക്കത്ത് വിരൽ വച്ചു. പലർക്കും വളർത്തുനായ്ക്കളും പൂച്ചകളും അലങ്കാര പക്ഷികളും സ്വന്തം മക്കളെപ്പോലെയാണ്. അവരുടെ കൂടുകളിൽ വിരിക്കാൻ ഇത്തരത്തിൽ പലരും ഇഷ്ട ഡിസൈനുകളിലുള്ള കാർപ്പറ്റുകൾ തിരയുന്നു. കവിതകളും ചരിത്രകഥകളും പട്ടുനൂലുകളായി വിരികളിൽ നിറഞ്ഞു നിന്നു. ഓരോ പ്രദേശത്തെ കരകൗശല വിദഗ്ധരും സാംസ്കാരിക സവിശേഷതകളെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലൂടെ അവതരിപ്പിച്ചു. ഓരോ കാർപ്പറ്റുകളുടെയും സെന്റിമീറ്ററുകൾക്കുള്ളിൽ തുലിപ്പ്, കുങ്കുമപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നത് നമുക്ക് കാണാനാകുമെങ്കിൽ ആ നെയ്ത്തിന്റെ വിസ്മയം ഒന്ന് ഓർത്തു നോക്കൂ. പ്രദർശനത്തിന് വന്ന വ്യാപാരികളായ ഇറാനികളാണെങ്കിൽ പേർഷ്യൻ ഭാഷ വിട്ടൊരു കളിയുമില്ല. ഏതാനും ചിലർ തപ്പിയും തടഞ്ഞും എന്ന രീതിയിൽ ഇംഗ്ലീഷ് പറഞ്ഞൊപ്പിക്കുന്നു. യൂറോപ്യന്മാർ കച്ചവടക്കാരോട് സംസാരിക്കുന്നതും കണ്ട് കുറച്ചു സമയം നിന്ന് ഞാൻ മുന്നോട്ട് നീങ്ങി. ഓരോരുത്തർ സ്റ്റാളുകളിൽ കയറിയിറങ്ങുന്നു. പരവതാനികൾ ഓരോന്നായി നോക്കുന്നു. കച്ചവടക്കാർ മേന്മ പറഞ്ഞ് ഓരോരുത്തരെയും വശീകരിക്കുകയാണ്. 2 വശങ്ങളിലും സ്റ്റാളുകൾ ഒരുക്കി നടുവിൽ സന്ദർശകർക്ക് നടക്കാനായി ഹാൾ മുഴുവൻ കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ്. സ്റ്റാളുകൾ ഓരോന്നും നോക്കി നടക്കവേ കുറച്ച് ദൂരെ ഒരു സ്റ്റാളിൽ കൂറ്റൻ ഭരണി പോലെ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കാർപ്പറ്റ് പകുതി കാഴ്ച മറച്ചതിനാൽ എന്താണതെന്ന് വ്യക്തമാവുന്നില്ല. കൗതുകം തോന്നി ആ സ്റ്റോൾ ലക്ഷ്യം വെച്ച് നീങ്ങി. ചിരിയും അത്ഭുതവും ഒരുമിച്ച് വരുത്തുന്ന കാഴ്ചയായിരുന്നു. സ്റ്റോൾ നമ്പർ 111 മേശയിൽ കയറ്റിവെച്ചിരിക്കുന്നത് ഭരണിയോ കൂറ്റൻ തലയിണയോ ഒന്നുമല്ല. പൊണ്ണത്തടിക്കൊപ്പം അസാമാന്യ ഉയരമുള്ള ഒരു മനുഷ്യന്റെ വയറാണത്. ഹൈഡ്രജൻ ബലൂൺ പോലെ വീർത്ത് കാൽമുട്ടിൽ തട്ടിയ പോലെ തോന്നിക്കുന്ന ആ കുംഭയാണ് ദൂരെ നിന്ന് കണ്ടത്. ചുറ്റിനും കാർപ്പറ്റ് മറച്ചതിനാൽ അതെന്താണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാനും സാധിച്ചില്ല. ഇരുന്നിടത്ത് നിന്ന് എണീക്കാൻ സാധിക്കില്ലെന്ന് ആ മനുഷ്യനെ കണ്ടപ്പോഴെനിക്ക് തോന്നി. കരാമ മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സുന്നികളും ഷിയാക്കാരുമായ കച്ചവടക്കാർ ആരെ കണ്ടാലും സലാം പറഞ്ഞ് സ്വീകരിക്കും. സലാമതി എന്ന് തുടങ്ങി സുഖമാശംസിച്ചു വിടും.
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളൊരു ഇറാനിയുടെ കൂടെയുണ്ടെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും സലാം പറഞ്ഞ് സുഖവിവരം അന്വേഷിക്കും. അതാണ് അവരുടെ ഒരു രീതി. അസ്സലാമു അലൈക്കും എന്ന് അഭിവാദ്യം ചെയ്യുന്നതിന് പകരം സലാമുലൈക്കും എന്നാണ് അവർ പറയുക. അല്ലെങ്കിൽ അങ്ങനെയാണ് നാം അത് കേൾക്കുക. എനിക്കെന്തോ ബലൂൺ പോലെ വയറുള്ള ആ മനുഷ്യനോട് ഒരു കൗതുകം തോന്നി. മുഖത്ത് വന്ന ഭാവവ്യത്യാസം മാറ്റി സലാം പറഞ്ഞ് ഞാൻ അടുത്തേക്ക് ചെന്നു. നിന്നിടത്ത് നിന്ന് ഒരനക്കവുമില്ലാതെ മുഖത്ത് പുഞ്ചിരി പടർത്തി അയാൾ സലാം മടക്കി. കച്ചവട തന്ത്രങ്ങൾക്കൊപ്പം കരാമ മാർക്കറ്റിൽ നിന്ന് സ്വായത്തമാക്കിയ ഇറാനിയൻ പേർഷ്യൻ ഭാഷയിൽ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ഏറെ നേരം ഇംഗ്ലീഷുകാരോട് തപ്പിത്തടഞ്ഞ് ഇംഗ്ലീഷിൽ സംസാരിച്ച അയാൾക്ക് എന്തോ ഒരു ആശ്വാസം ലഭിച്ച പോലെ. ഇറാനിയൻ ഭാഷ പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളെ കിട്ടിയതുകൊണ്ടാണോ, ഓരോ പരവതാനിയെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതുകൊണ്ടാണോ എന്തോ. ഇസ്ഫഹാനിൽ നിന്നാണ് അയാൾ വരുന്നത്. അലി മുഖ്താർ ദസ്തഖീർ അലി. പല വലിപ്പത്തിലും ഡിസൈനുകളിലുമുള്ള പരവതാനികളും അലി അഭിമാനത്തോടെ കാണിച്ചു തരികയാണ്. ഓരോ പരവതാനിയും നിവർത്തി കാണിക്കുന്നതിനിടയ്ക്ക് അലിയോട് ചോദിച്ചു, ഞാനിത് വാങ്ങുമെന്ന് നിനക്കെന്താ ഉറപ്പ്? ഈച്ച് മസലീനി ഷുമറ മുഷ്തരിഹക് ഷുമ ഹിന്ദി. നീ ഒരു ഇന്ത്യക്കാരനാണെന്നും കച്ചവടത്തിൽ പ്രത്യേക താൽപ്പര്യമുണ്ടെന്നും നിന്റെ മുഖം പറയുന്നുണ്ട്. താൽപ്പര്യത്തോടെ കേട്ടിരിക്കാൻ കച്ചവടം രക്തത്തിൽ അലിഞ്ഞ ഒരാൾക്കേ സാധിക്കൂ. കച്ചവട സഞ്ചാരത്തിനിടയ്ക്ക് മനസ്സിലാക്കിയതിൽ നിന്ന് അലി പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് വേഗത്തിൽ മനസ്സിലായി. ഞാൻ എങ്ങനെയാണ് കരാമയിലെ കടയിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് സാധനങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, അതുപോലെയാണ് അലി എനിക്ക് ഓരോ കാര്യവും പറഞ്ഞു തരുന്നത്. അതിനിടയ്ക്ക് ഞാൻ എങ്ങനെ ഇറാനി ഭാഷ പഠിച്ചുവെന്നായി പിന്നെ അലിക്ക് അറിയേണ്ടത്. സ്വന്തം കച്ചവടവും താൽപ്പര്യങ്ങളും ഞാൻ അവനോട് പങ്കുവച്ചു. കടയിൽ വരുന്ന ഇറാനികളിൽ നിന്ന് കേട്ടു പഠിച്ച ഞാൻ പറയുന്ന ഇറാനി ഭാഷ തനി ലോക്കൽ വില്ലേജ് ഭാഷയാണെന്നും ഓരോ പ്രദേശത്തിനനുസരിച്ച് ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വ്യത്യാസമുണ്ടെന്നും അലി എനിക്ക് പറഞ്ഞു തന്നു. ഷിറാസ്, ഇസ്ഫഹാൻ, ടെഹ്റാൻ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം ഭാഷാശൈലിയിൽ വ്യത്യാസമുണ്ട്. ഭാഷകളുടെ വ്യത്യാസം ചർച്ച ചെയ്ത് ഞങ്ങളുടെ സംസാരം നീണ്ടുപോയി. അതിനിടയ്ക്ക് പലരും വന്ന് സാധനങ്ങൾ ഓരോന്ന് നോക്കി അടുത്ത സ്റ്റോളുകൾ ലക്ഷ്യമാക്കി നീങ്ങി. അലി വാതോരാതെ സംസാരിക്കുകയാണ്. അലിയുടെ കയ്യിൽ പലതും കാണുമെന്ന ഊഹം ശരിയായിരുന്നു. വേറെ എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന ചോദ്യത്തിന് അലി എന്നെ സ്റ്റോളിനകത്തേക്ക് കൂട്ടി. സാധനങ്ങൾ അടുക്കി വെച്ച മൂലയിൽ നിന്ന് പഴയൊരു ഇരുമ്പ് പെട്ടി കുനിഞ്ഞെടുത്തു. പഴയകാലത്തൊക്കെ ജോലി ആവശ്യാർത്ഥം കപ്പലിൽ ദൂരനാടുകളിലേക്ക് പോകുമ്പോൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്ന പെട്ടിയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു അത്. തലശ്ശേരി വാണിയമ്പലത്തെ തറവാട്ടിലെ മച്ചിൻ മുകളിൽ ഇത്തരം പെട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ബർമയിൽ പോയി വന്ന കാരണവന്മാർ കൊണ്ടുവന്നിരുന്നതാണത്രേ അത്. നിലത്ത് വിരിച്ച പരവതാനിയിലേക്ക് നീക്കിവെച്ച് 3 വ്യത്യസ്ത പൂട്ടുകളിട്ട പെട്ടി ഏറെ സൂക്ഷിച്ചയാൾ തുറന്നു. എന്താകും അതിനുള്ളിലെന്ന ആകാംക്ഷയായിരുന്നു എനിക്ക്. 1.5-2 മീറ്റർ വലിപ്പത്തിലുള്ള ഒരു കോട്ടൺ തുണി. കുലുങ്ങിച്ചരിഞ്ഞ് നിലത്തിരുന്ന അലി എനിക്കത് വിരിച്ചു കാണിച്ചു. ഒരു വശത്ത് നിറയെ ഡിസൈനുകൾ, രണ്ടറ്റത്തും വർണ്ണനൂലുകൾ കൊണ്ടുള്ള തൊങ്ങൽ പിടിപ്പിച്ചിരിക്കുന്നു. ഇത് സുപ്രയല്ലേ? ഇതിലെന്താണ് അത്ഭുതം? ഇതെല്ലായിടത്തുമുള്ളതല്ലേ? ഞാൻ ചോദിച്ചു. അല്ല, അലി എന്നെ തിരുത്തി. ഒരു ജനതയുടെ സ്വപ്നങ്ങളാലും ആത്മവിശ്വാസത്താലും നെയ്തെടുത്ത പല വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള സുപ്രകളുടെ പറഞ്ഞാലും തീരാത്ത മഹിമയുടെ കെട്ട് എനിക്ക് മുമ്പിൽ അലി അഴിച്ചു. ഹാൻകർച്ചീഫിന്റെ വലിപ്പം മുതൽ 10 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ടേബിളിൽ വിരിക്കാൻ പാകമായതുവരെയുള്ള സുപ്രകൾക്ക് പിന്നിലെ കഥ കേട്ട എന്റെ മനസ്സ് ഇറാനിലേക്ക് സഞ്ചരിച്ചു തുടങ്ങി. റൗണ്ട്, സ്ക്വയർ, റെക്ടാങ്കിൾ ആകൃതിയിൽ പല ഡിസൈനുകളിലുള്ളതും അക്കൂട്ടത്തിലുണ്ട്. വയലറ്റും ഇളം നീലയും നിറത്തിലായിരുന്നു ഏറെയും. അതിലെന്നെ ഏറ്റവും ആകർഷിച്ചത് കടും ചുവപ്പും കാപ്പി നിറവും ഒന്നിച്ചു ചേർന്ന പ്രത്യേക നിറത്തിലുള്ള സുപ്രയായിരുന്നു. ആന്റിക് മ്യൂസിയം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണത്. ദുബായിൽ നിന്ന് ഓരോ രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ച് വ്യത്യസ്തത എന്തിലാണോ അത് തേടിപ്പിടിച്ച് നടക്കുന്ന കാലം. ഇറാനും ഈജിപ്തും ഇറാഖും തുടങ്ങി മഹത്തായ സംസ്കാരങ്ങൾ ലോകത്തിന് സമ്മാനിച്ച രാജ്യങ്ങളിൽ ഇത്തരത്തിൽ പലതുമുണ്ടാകുമെന്നും
അവിടെ പോകണമെന്ന് മനസ്സിൽ ആശ തളിരിട്ട കാലം കൂടിയാണ്. ഗ്രാമങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തൊഴിലാളികൾക്ക് ആശയങ്ങൾ നൽകി നമ്മുടെ മനസ്സിലുള്ളത് അവരിലൂടെ സാക്ഷാത്കരിച്ച് ആത്മവിശ്വാസം കൈവന്ന ആ സമയത്ത് സുപ്രകളുടെ നിർമ്മാണത്തെക്കുറിച്ചറിയാനുള്ള ആകാംക്ഷയായി. സുപ്രയായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് പിസ്ത, ആക്രോട്ട് തുടങ്ങിയവയുടെ തോടുകൾ പുഴുങ്ങലാണ് ആദ്യത്തെ പണി. ആവി പറക്കുന്ന വെള്ളത്തിൽ കോട്ടൺ തുണികൾ മുക്കിവയ്ക്കും. ഇറാനിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന ഒന്നാണ് പിസ്തയും ആക്രോട്ടും. തോട് കളഞ്ഞതുമല്ലാത്തതുമായ പിസ്തകൾ ഗൾഫിലേക്കും യൂറോപ്പിലേക്കും വ്യാപകമായി കയറ്റി അയക്കുന്നുണ്ട്. പാക്കിംഗ് യൂണിറ്റുകളിൽ നിന്ന് ശേഖരിക്കുന്ന തോടുകളാണ് കോട്ടൺ തുണി മുക്കാനുള്ള വെള്ളത്തിൽ പുഴുങ്ങുന്നത്. തിളയ്ക്കുന്ന വെള്ളത്തിൽ പിസ്തത്തോടിനൊപ്പം പുഴകളിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളാരങ്കല്ലുകളും ചേർക്കും. സുപ്പറകൾക്ക് മിനുസവും മാർദ്ദവവും ലഭിക്കാനാണത്രേ ഇങ്ങനെ ചെയ്യുന്നത്. ഉണക്കിയെടുക്കുന്ന കോട്ടൺ തുണി പല വലിപ്പത്തിൽ മുറിച്ചെടുക്കലാണ് അടുത്ത പണി. കഷ്ണങ്ങളാക്കി അടുക്കി വെച്ച തുണിക്കെട്ടുകൾ നിർമ്മാണ യൂണിറ്റിലെത്തിക്കും. പിന്നെയാണ് സുപ്രകൾക്ക് ജീവൻ നൽകുന്നത്. പച്ചക്കറികളും പഴങ്ങളും അസംസ്കൃത വസ്തുക്കളായി ശേഖരിച്ച് പ്രകൃതിദത്തമായ നിറങ്ങൾ ഒരുക്കുന്നു. ഇവയാണ് സുപ്രകൾക്ക് വർണ്ണം നൽകുന്നത്. അപ്പോൾ ഡിസൈനുകളോ? അലിയുടെ സംസാരത്തിന് ബ്രേക്കിട്ട് ഞാൻ ചോദിച്ചു. കല്ലിലും മരത്തിലുമായി പല ഡിസൈനുകളിൽ അവർ തന്നെ അച്ചുകൾ നിർമ്മിക്കുന്നു. യൂണിറ്റിൽ വരിവരിയായി ഇരിക്കുന്ന തൊഴിലാളികൾക്കരികിൽ ചെറിയ തലയിണകൾ. ഇതിലേക്ക് ദ്രാവക രൂപത്തിലുള്ള നിറങ്ങൾ പകരുന്നു. സ്പോഞ്ചിന് സമാനമായ തലയിണകൾ നിറങ്ങളെ വലിച്ചു കുടിക്കും. യാതൊരു യാന്ത്രിക സഹായവുമില്ലാതെ, ആധുനിക നിർമ്മാണ സംവിധാനങ്ങളില്ലാതെ കല്ലിലും മരത്തിലുമുള്ള അച്ചുകൾ തലയിണയിൽ പതിപ്പിക്കുന്നു. പിന്നെ അത് കോട്ടൺ തുണികളെ തലോടുന്നു. മഷിയിൽ മുക്കി സീൽ പതിപ്പിക്കുന്നത് കണക്കെ കോട്ടൺ തുണികളിൽ അച്ചു പതിപ്പിച്ചെടുക്കുമ്പോൾ വെറുമൊരു തുണിക്കഷ്ണം ഒരു ജനതയുടെ അഭിമാനോൽപ്പന്നമായി മാറുന്നു. വീടുവീടാന്തരം സുപ്ര നെയ്തെടുക്കുന്ന സ്ത്രീകൾ. അലിയുടെ വിവരണത്തിൽ ജയ്പൂരിലും ജോധ്പൂരിലും വർണ്ണവസ്ത്രങ്ങളിൽ ഡിസൈൻ ചെയ്യുന്നതിന്റെ മറ്റൊരു രൂപമാണ് മനസ്സിലേക്ക് എത്തിയത്. 2000 വർഷത്തിനപ്പുറത്തെ ചരിത്രമാണ് ഈ സുപ്രകൾക്ക് പറയാനുള്ളത്. സംഘങ്ങളായി ഒട്ടകപ്പുറത്തേറി കച്ചവടത്തിന് പോയിരുന്നവർ ഇത്തരം സുപ്രകളിലാണ് സാധനങ്ങൾ കെട്ടിവെച്ചിരുന്നതത്രേ. യാത്രകൾക്കിടയിലെ വിശ്രമത്തിന് മരച്ചുവട്ടിൽ ഇത് വിരിച്ചാണ് കിടത്തവും ഇരുത്തവുമെല്ലാം. ഭക്ഷണം കഴിക്കലും ശീർഷവലിക്കലുമെല്ലാം സുപ്രയിലിരുന്നു തന്നെ. പ്രസിദ്ധരായ ഇറാനിയൻ സാഹിത്യ കുലപതികൾ ലോകത്തിന് സമ്മാനിച്ച കൃതികളെല്ലാം വിരിഞ്ഞത് ഈ സുപ്രയിലിരുന്നാണ്. സുപ്രകളിലിരുന്ന് സാഹിത്യരചനകളിൽ ഏർപ്പെട്ട കവികളുടെ ചിത്രങ്ങൾ ഇറാനിലെങ്ങും കാണാം. പൗരാണികതയുടെ അടയാളപ്പെടുത്തലുണ്ടതിൽ. രാജ്യം ആധുനികതയിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ പൈതൃകമായി കിട്ടിയ സുപ്ര ഇറാനികൾ കൈവിട്ടില്ല. വിരുന്നുകൾക്കും വലിയ ചടങ്ങുകൾക്കുമെല്ലാം ഹാളുകളിൽ സുപ്ര വിരിക്കും. പരമ്പരാഗത പേർഷ്യൻ സുലൈമാനി നുണയും സ്വറ പറഞ്ഞിരിക്കും. അന്തരീക്ഷത്തിൽ പുകച്ചുരുളുകൾ നിറച്ച് ഉക്ക വലിക്കും. സമ്പന്നമായ സംസ്കാരമാണ് സുപ്രയിലൂടെ അവർ ലോകത്തിന് കാണിച്ചു തരുന്നത്. അറബികൾ ഖഹ്വ നുണയും പോലെയാണ് ഇറാനികൾ പേർഷ്യൻ സുലൈമാനി നുണയുന്നത്. സുലൈമാനിയിൽ പക്ഷേ ഇറാനികൾ പഞ്ചസാര ചേർക്കില്ല. അതിനു പകരം ചെറിയ ചെറിയ പഞ്ചസാര ക്യൂബുകൾ ചില്ലുപാത്രത്തിൽ മുന്നിലുണ്ടാകും. ഖന്ദ് എന്ന് വിളിക്കുന്ന ഈ പഞ്ചസാരക്കട്ടകൾ സുലൈമാനി നുണയുന്നതിന് മുമ്പേ വായിലേക്കിടും. പിന്നെ സുലൈമാനിക്കൊപ്പം അത് നുണഞ്ഞ് സംസാരത്തിൽ ലയിക്കും. സാധാരണ കണ്ണുകൾ കൊണ്ട് കാണുന്ന എക്സിബിഷൻ സന്ദർശകന് വെറുമൊരു തുണിയിൽ പ്രിന്റ് ചെയ്ത പോലെ തോന്നുമെങ്കിലും അതിന് പിറകിലെ ചരിത്രവും വർത്തമാനവും അലി എന്നോട് പങ്കുവച്ചപ്പോൾ പൈതൃക സ്വത്ത് ലഭിച്ച സന്തോഷം അലിയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടു. കോട്ടൺ തുണിയിൽ ഡിസൈനുകളും നിറങ്ങളും ചേർത്ത് നിർമ്മിച്ച സുപ്രകൾ, ഇസ്ഫഹാൻ നഗരത്തിന്റെ സാംസ്കാരിക തനിമയെ അലിഞ്ഞു ചേർന്ന വിരികൾ. ഇറാനിലെ ഏറ്റവും പ്രവിശാലമായ 3ാമത്തെ നഗരമാണ് ഇസ്ഫഹാൻ. പൗരാണിക വാസ്തുവിദ്യ മുഴച്ചു നിൽക്കുന്ന അതിമനോഹര നഗരം. ഒരു കാലത്ത് ഇസ്ഫഹാൻ നിസ്ഫേ ജഹാൻ, ലോകത്തിന്റെ നേർപകുതി എന്ന് വിളിക്കപ്പെട്ടിരുന്നുവത്രേ. മധ്യകാലഘട്ടത്തിൽ പ്രസിദ്ധമായിരുന്ന ഈ നഗരത്തിൽ നിന്നാണ് ചരിത്രമടയാളപ്പെടുത്തിയ സുപ്രകൾ അലി കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ സുപ്രകൾ അമൂല്യനിധി പോലെ ഇരുമ്പ് പെട്ടിക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ഇതല്ലേ ശരിക്കും പ്രദർശനത്തിൽ വെക്കേണ്ടത്? അല്ല, അലി എന്നെ തിരുത്തി. അന്താരാഷ്ട്ര നിലവാരമുള്ള ദുബായിലെ എക്സിബിഷൻ കാർപ്പറ്റുകളുടെ വൈവിധ്യങ്ങൾ കാണിക്കാനായിരുന്നു. എക്സിബിഷന്റെ അടയാളപ്പെടുത്തലുകൾക്കായി
കാർപ്പറ്റല്ലാത്ത മറ്റൊരുൽപ്പന്നവും പ്രദർശിപ്പിക്കാൻ അധികൃതർ അനുമതി നൽകിയിരുന്നില്ലത്രേ. അലിയുടെ സുപ്രകൾ ദുബായിൽ വ്യത്യസ്തത തേടിയെത്തുന്ന ടൂറിസ്റ്റുകളുടെ കണ്ണിലുടക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സുപ്രയിലുള്ള എന്റെ താൽപ്പര്യം അലിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. എക്സിബിഷൻ പ്രവേശന പാസിന്റെ ബലത്തിൽ ഞങ്ങൾ അവിടെ ഒരു കച്ചവടമുറപ്പിച്ചു. ഇന്നത്തെ പ്രദർശനം കഴിഞ്ഞാൽ കരാമയിലെ കടയിൽ ഞാൻ നേരിട്ട് കൊണ്ടുതരാമെന്ന് അലി പറഞ്ഞെങ്കിലും സാമ്പിളായി 5-6 ഞാൻ ആവശ്യപ്പെട്ടു. വലിയൊരു തുകയ്ക്കുള്ള ഓർഡറും നൽകി. 12 വർഷത്തോളം അലിയുമായുള്ള കച്ചവട സൗഹൃദത്തിന്റെ തുടക്കത്തിനാണ് ദുബായ് വിമാനത്താവളത്തിലെ എക്സിബിഷൻ ഹാൾ സാക്ഷ്യം വഹിച്ചത്. പിന്നീടങ്ങോട്ട് ദുബായ് തുറമുഖം വഴി അലി ചരക്കുകൾ അയച്ചു തുടങ്ങി. ചൂടപ്പം പോലെ സുപ്രകൾ വിറ്റഴിഞ്ഞു. ചെറിയ സൈസിലുള്ളതും ചുകപ്പും കാപ്പിയും ചേർന്ന നിറത്തിലുമുള്ള സുപ്രകൾക്കായിരുന്നു ഡിമാൻഡ്. പെട്ടെന്നെത്തിക്കാൻ ദുബായിലും ഷാർജയിലും ലോഞ്ചുകളിൽ, അതായത് പത്തേമാരികളിൽ ജോലി ചെയ്യുന്ന ഇറാനികൾ നാട്ടിൽ പോയി മടങ്ങുമ്പോൾ 20-30 എണ്ണം സുപ്രകൾ അലി കൊടുത്തുവിടും. അങ്ങനെയിരിക്കെ സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്ന് ദുബായ് കാണാനെത്തിയ ഒരു സംഘം ആളുകൾ കരാമയിലെ ട്രഡീഷണൽ മാർക്കറ്റിലെത്തി. ആഫ്രിക്കയിലെ പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനിയിൽ നിന്ന് ജോലിയിലെ അച്ചീവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി ഓഫർ ചെയ്ത് ദുബായിലെത്തിയവരാണവർ. ആഫ്രിക്കയിലെ ട്രഡീഷണൽ ടേബിൾ കവർ ഏറെ കണ്ടു ശീലിച്ച അവർക്ക് ഇറാനിയൻ സുപ്രകൾ ഒരു അത്ഭുതമായി. കടയിലുള്ള ഏതാണ്ട് മോഡൽ സുപ്രകളെല്ലാം വേണമെന്നായി അവർ. ആഫ്രിക്കക്കാരികൾ കൊണ്ടുപോയ സുപ്രകൾ സുഹൃത്തുക്കൾക്കും സഹജീവനക്കാർക്കുമിടയിൽ വലിയ ഓളം സൃഷ്ടിച്ചു. നാട്ടിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരെന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. വന്നവരിൽ ഒരാളുടെ സഹോദരി സൗത്ത് ആഫ്രിക്കയിലെ പ്രമുഖ അക്കൗണ്ടിംഗ് കമ്പനിയിലെ ഓഡിറ്ററായിരുന്നു. ദുബായിൽ നിന്ന് സുപ്രകൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിച്ചു നൽകാൻ ഞാൻ അവരുമായി വാക്കാൽ കരാറിലേർപ്പെട്ടു. കമ്പനിയിലെ ജീവനക്കാർക്ക് സമ്മാനമായി നൽകിയ സുപ്രകൾ ധാരാളം വേണമായിരുന്നു അവർക്ക്. ദിവസേന അതിനായി അവർ ഫോൺ വിളിച്ചു. ഒരു കാര്യം ബോധ്യമായി: സുപ്രകൾ ആഫ്രിക്കയിൽ എത്തിച്ചാൽ വലിയൊരു സുപ്ര വിപണി സൃഷ്ടിക്കാനാകും. സുപ്രകൾ ആഫ്രിക്കയിൽ എത്തിച്ചു നൽകാമെന്ന് ഞാൻ അവർക്ക് ഉറപ്പു നൽകി. കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. ചില മാസങ്ങളിൽ ജോഹന്നാസ്ബർഗിലേക്ക് $10,000 പല ഡിസൈനുകളിലും വലിപ്പത്തിലുമുള്ള സുപ്രകൾ ദുബായിൽ നിന്ന് കയറ്റി അയച്ചു തുടങ്ങി. ഒരു പീസ് സുപ്രയ്ക്ക് വരെ ആഫ്രിക്കയിൽ നിന്ന് വിളിയെത്തി. ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് സാധനങ്ങൾ വീട്ടുപടിക്കൽ എത്തിച്ചു കൊടുക്കുന്നത് പോലെ ഡോർ ടു ഡോർ മാതൃകയിൽ 1 10 സുപ്രകൾ ഫ്ലൈറ്റിൽ കൊറിയറും അയച്ചു. സുപ്ര വിപണനത്തിൽ അതൊരു കുതിച്ചു ചാട്ടമായിരുന്നു. അപ്പോഴേക്കും നിറങ്ങളിലും ഡിസൈനുകളിലും ഏറെ വൈവിധ്യങ്ങളുണ്ടായി. മറ്റു പല അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള സുപ്രകളും മുസ്വല്ലകളും കാർപ്പറ്റുകളും കരാമയിലെ കടകളിലൂടെ വിറ്റഴിച്ചിരുന്നുവെങ്കിലും ഇറാനിയൻ സുപ്രകൾക്കുള്ള ഡിമാൻഡ് കൗതുകമായിരുന്നു. സാധാരണക്കാരായ കരകൗശല വിദഗ്ധരെ സഹായിക്കാൻ സാധനങ്ങൾ വാങ്ങിക്കൂട്ടൽ ഇംഗ്ലീഷുകാരടക്കമുള്ള ടൂറിസ്റ്റുകളുടെ പതിവാണ്. എന്നാൽ വിൽപ്പനയ്ക്കൊപ്പം ഇറാനിയൻ സുപ്രകളുടെ മേന്മ കൂടി ഞാൻ അവരോട് പങ്കുവച്ചിരുന്നു. അതിന്റെ ഉപയോഗവും പൈതൃക പിന്നാമ്പശവും അവരെ ആകർഷിച്ചിട്ടുണ്ടാകാം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കൈത്താങ്ങാകുക എന്നതിലുപരി ഇറാനിയൻ ആഢ്യത്വം ജീവിതത്തിന്റെ ഭാഗമാക്കാനായിരുന്നു ഏറെയും പേർ സുപ്രകൾ സ്വന്തമാക്കിയത്. കരാമ മാർക്കറ്റിലെ ഇറാനിയൻ സുന്നി കച്ചവടക്കാർക്ക് അതൊരത്ഭുതമായിരുന്നു. ഇറാനിയൻ സുപ്രകൾ കടയിൽ തൂക്കിയിട്ടത് കണ്ട് അവർ ആശ്ചര്യം കൂറി. തങ്ങളുടെ നാട്ടിലെ ഈ സുപ്രകൾ ഇത്രയധികം ഈ കടയിൽ തൂക്കിയിട്ടതിന്റെ പിന്നിൽ എന്തെന്നായിരുന്നു അവരുടെ മുഖത്ത്. ഇതെല്ലാം ദുബായ് പോലൊരു ആഗോള മാർക്കറ്റിൽ വിറ്റഴിഞ്ഞു പോകുന്നുണ്ടോ എന്ന സംശയവും അവരിൽ പ്രകടമായി. സുന്നി ഷിയ കച്ചവടക്കാർ മറ്റു പല സാധനങ്ങളും വിൽപ്പന നടത്തിയപ്പോൾ ഇറാനിയൻ സുപ്രകളുടെ ഒരു ട്രെൻഡ് എനിക്ക് അവിടെ ഉണ്ടാക്കാനായി. ട്രെൻഡിംഗ് ആയ സുപ്രകൾ അന്വേഷിച്ച് പല അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ചില്ലറ കച്ചവടക്കാരെത്തി. അവർക്ക് ഹോൾസെയിലായും ഞാൻ സാധനങ്ങൾ നൽകി. ഓർഡറിന് വിളിക്കുമ്പോഴെല്ലാം സുപ്ര നിർമ്മാണം കാണാനുള്ള ക്ഷണം അലി തുടർന്നുകൊണ്ടേയിരുന്നു. എന്നെ സൽക്കരിക്കാനായി വീട്ടുകാരും. അപ്പോഴേക്കും അലിയുടെ കുടുംബവുമായി ഫോണിൽ സംസാരിച്ച് ഏറെ പരിചയമായിരുന്നു. അലിയുടെയും കുടുംബത്തിന്റെയും നിരന്തര ക്ഷണം തട്ടിക്കളയാൻ എനിക്കായില്ല. അങ്ങനെയാണ് ഇറാനിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. അലിയെയും കുടുംബത്തെയും കാണുന്നതിനൊപ്പം ദൈനംദിന ജീവിതത്തോടൊട്ടി നിൽക്കുന്ന പേർഷ്യൻ കലാലോകം കണ്ടറിയാൻ ചെന്നിറങ്ങിയത് ഇസ്ഫഹാനിൽ തന്നെ. മലഞ്ചെരിവിനോട് ചേർന്നുള്ള പച്ചപ്പ് നിറഞ്ഞ ഗ്രാമത്തിലാണ് അലിയുടെ വീട്.
ഭാര്യയും 4 പെൺമക്കളും ഒരു മകനും അടങ്ങുന്നതാണ് കുടുംബം. വീടിനോട് ചേർന്നാണ് കാർപ്പറ്റും സുപ്രകളും നിർമ്മിക്കാനുള്ള യൂണിറ്റുകളിൽ ഒന്ന്. വലിയ വെയർഹൌസും ഇതിനോട് ചേർന്നുണ്ട്. ചുറ്റിനും മലയായതിനാൽ ഭൂമിയുടെ ഘടനയനുസരിച്ച് ഭൂഗർഭ അറയോട് ചേർന്നതായിരുന്നു ആ വെയർഹൌസ്. വിവിധയിടങ്ങളിലെ 6 യൂണിറ്റുകളിലായി 1200ഓളം സ്ത്രീകളും ജോലി ചെയ്യുന്നു. ഇത്രയും വലിയ സംരംഭം കൊണ്ടു നടത്തുന്ന മുതലാളിയാണ് ദുബായിലെ എക്സിബിഷൻ സെന്ററിൽ ഒരു സാധാരണ തൊഴിലാളിയെപ്പോലെ എനിക്ക് സാധനങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു തന്നത്. മനസ്സിൽ അലിയോടുള്ള ബഹുമാനം വർദ്ധിച്ചു. ഞങ്ങൾ ദുബായിൽ നിന്ന് ഒരുമിച്ചെടുത്ത ചിത്രങ്ങളും കരാമയിലെ കടയിൽ നിന്ന് ഞാൻ അലിക്ക് നൽകിയ സ്നേഹ സമ്മാനങ്ങളും വീട്ടിൽ ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു. ദുബായിയെക്കുറിച്ചല്ല, ഇന്ത്യൻ വിശേഷങ്ങളാണ് അലിയുടെ മക്കളും ഭാര്യയും കൂടെയുള്ള ജോലിക്കാരും ചോദിച്ചറിയുന്നത്. നാട്ടിലെ വസ്ത്രരീതി, സിനിമ, രുചിവൈവിധ്യങ്ങൾ, അങ്ങനെ. അമിതാഭ് ബച്ചൻ, ഋഷി കപൂർ എന്നിവരെല്ലാം അവരുടെ ഇഷ്ടതാരങ്ങളായിരുന്നു. അമിതാഭ് ബച്ചന്റെ ഷോലെ സിനിമ 4 വർഷത്തോളം ഇറാനിലെ തിയേറ്ററുകളിൽ തുടർച്ചയായി പ്രദർശിപ്പിച്ചിരുന്നു അത്രേ. സിനിമയിലെ ബച്ചന്റെയും അംജദ് ഖാൻ ജീവൻ നൽകിയ ഗബ്ബർ സിംഗ് എന്ന കഥാപാത്രത്തിന്റെയും എല്ലാം ഡയലോഗ് അവർക്ക് കാണാപാഠമായിരുന്നു. ഇന്ത്യക്കാരുടെ, വിശേഷിച്ച് മലയാളികളുടെ ഗൾഫ് കുടിയേറ്റത്തിനു മുന്നേ പേർഷ്യ എന്ന ഇറാനിലായിരുന്നു പലരും തൊഴിൽ തേടി പോയിരുന്നത്. ആ ഒരു ഇഴയടുപ്പം ഇറാനികൾക്ക് ഇന്ത്യക്കാരുമായുണ്ട്. 2 ദിവസം കൊണ്ടുതന്നെ ആ കുടുംബത്തിന്റെ ഭാഗമായി ഞാൻ മാറി. ഓരോ നേരവും ഓരോരുത്തരും ക്ഷണിക്കും വീട്ടിലേക്ക്. 100 കണക്കിന് തൊഴിലാളികളിൽ അടുത്തുള്ള ചിലരുടെയെല്ലാം വീട്ടിൽ ഞാൻ പോയി. വലിയ പാത്രങ്ങളിൽ ഭക്ഷണം ഒരുക്കിയുള്ള സൽക്കാരങ്ങളിൽ ഞാൻ വീർപ്പുമുട്ടി. അതിനിടയ്ക്ക് തന്നെ അലിയുടെ പൊണ്ണത്തടിയും പെരുവയറും കുറയാത്തതെന്തെന്നും എനിക്ക് ബോധ്യമായി. ദുബായിൽ വരുമ്പോൾ കഴിക്കുന്നതിനേക്കാൾ ഇരട്ടിയാണ് അലി വീട്ടിൽ കഴിക്കുന്നത്. വൈവിധ്യങ്ങളിൽ എടുത്തു പറയേണ്ട മറ്റൊന്ന് ചിക്കനിലും മട്ടനിലുമുള്ള ഇറാൻ വിഭവങ്ങളാണ്. ഭക്ഷണം കഴിക്കാനുള്ള അവരുടെ നിർബന്ധം കണ്ട് എന്റെ വയറും അലിയെപ്പോലെയാകുമോ എന്നെനിക്ക് തോന്നി. ലോകത്തിന്റെ ഏതു കോണിൽ ചെന്നാലും ഒരുവിധം സാധനങ്ങളെല്ലാം കഴിക്കുന്ന ഞാൻ അവരുടെ സ്നേഹത്തിന് മുന്നിൽ വീണു. സമാധാനം എന്തെന്ന് വെച്ചാൽ അതിൽ 3/4 ഭാഗവും അലി തന്നെ കഴിച്ചു തീർക്കും. ഒരു ശരാശരിക്കാരൻ കഴിക്കുന്നതിലും 4-5 ഇരട്ടി ഭക്ഷണമാണ് ഓരോ നേരവും അലി അകത്താക്കുന്നത്. കൂടെയിരുന്ന് കഴിക്കുകയാണെങ്കിൽ അലി നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. വയറു നിറഞ്ഞാലും പിന്നെയും തീറ്റിക്കും. കുങ്കുമപ്പൂ ചേർത്ത ഷിഷ് താവൂക്ക് അലിക്ക് ഹരമായിരുന്നു. തൈരും കൂടി ചേർത്താണ് ഷിഷ് താവൂക്കിന്റെ പാചകം. തലേദിവസം തന്നെ ഇറച്ചിയിൽ മസാല നന്നായി തേച്ചു പിടിപ്പിക്കും. ഓട്ടോമൻ ഭരണകാലത്ത് തന്നെ ഏറെ പ്രസിദ്ധമായ വിഭവമാണ് ഷിഷ് താവൂക്ക്. ഇവ പിന്നീട് തുർക്കിയിലും ഇറാനിലും മിഡിൽ ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിലും പ്രസിദ്ധമായി. ഇറാനികളുടെ ഇഷ്ടവിഭവമായ ഇത് ലോകത്തെ പ്രസിദ്ധമായ പല കബാബ് റെസ്റ്റോറന്റുകളിൽ നിന്നും ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും അലിയുടെ വീട്ടിൽ നിന്ന് കഴിച്ച ഷിഷ് താവൂക്കിന്റെ രുചി വേറിട്ട് തന്നെ നിന്നു. ഗ്രിൽ ചെയ്ത പലതരം പച്ചക്കറികൾക്കൊപ്പം റൊട്ടിയുമുണ്ടാകും കൂടെ. ദുബൈയിലെയും മറ്റും ഇറാനി റെസ്റ്റോറന്റുകളിൽ നിന്ന് ആ രാജ്യത്തിന്റെ രുചി കുറച്ചെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലും പേർഷ്യൻ പാചകകലയുടെ പെരുമ എന്തെന്ന് ഞാൻ അറിഞ്ഞത് ആ നാളുകളിലാണ്. മുഗളന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവിൽ സംഭാവനയായി ലഭിച്ച പല വിഭവങ്ങളും രുചിച്ചിട്ടുണ്ടെങ്കിലും നാവിൽ ഇനിയും എത്രയോ രുചികൾ പടരാനുണ്ടെന്ന് അന്ന് മനസ്സിലായി. വിഭവങ്ങൾക്കൊപ്പം ധാരാളം പഴങ്ങളും സാലഡായി ഇലകളും. റൊട്ടിയിൽ പൊതിഞ്ഞു കഴിക്കുന്ന മട്ടൻ കബാബിന്റെ രുചി ഇറാനിയൻ ഭക്ഷ്യവൈവിധ്യത്തിന്റെ അങ്ങേയറ്റമാണ്. കുംഭയിൽ പ്ലേറ്റ് വെച്ച് അലി ഭക്ഷണം കഴിക്കുന്ന കാഴ്ച ചിരി പടർത്തും. ബാത്റൂമിൽ പോയി വന്നാൽ പാന്റിന്റെ സിപ്പ് വലിച്ചു പൂട്ടാൻ പോലും അലിക്ക് കയ്യെത്തുമായിരുന്നില്ല. ഉരുളൻ പാറക്കല്ലുപോലെ തോന്നിക്കുന്ന ആ വയറ് അലിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കുംഭയുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് തമാശയിൽ ചാലിച്ച് ചിരിച്ചുകൊണ്ട് അലി പറയും, "പാക്കി, ഈ സിപ്പൊന്ന് പൂട്ടിത്തരാവോ?" ടെഹ്റാനിലും ഇസ്ഫഹാനിലുമായി നിരവധി കച്ചവടക്കാരെ അലി എനിക്ക് പരിചയപ്പെടുത്തി. ഇസ്ഫഹാനിലെ സൂഖുകളിലാണെങ്കിൽ അലിയെ അറിയാത്ത ഒരൊറ്റ കച്ചവടക്കാരനും ഉണ്ടായിരുന്നില്ല. പരമ്പരാഗതമായി അലിയുടെ കുടുംബം സുപ്ര കാർപ്പറ്റ് കച്ചവടക്കാരായിരുന്നു. ആ കച്ചവട പാരമ്പര്യത്തിലെ 3ാമത്തെ കണ്ണിയാണ് അലി. തന്നെയുമല്ല, കാലങ്ങളായി ആ ഗ്രാമത്തിലെ നിരവധി ആളുകൾക്ക് ജോലി നൽകുന്ന കുടുംബവുമാണ് അലിയുടേത്. കാർദസ്തികൾക്ക്, അതായത് കരകൗശല വിദഗ്ധർക്ക് പണ്ടുമുതലേ ജോലി നൽകുന്ന കുടുംബമായിരുന്നു അവരുടേത്. ഒരു ഇന്ത്യക്കാരൻ എന്തിന് ഇത്രയധികം സുപ്രകൾ വാങ്ങുന്നുവെന്ന അത്ഭുതം അവർക്കുണ്ടായിരുന്നു.
എന്നാൽ ഇത് ഇന്ത്യയിലേക്കല്ല, ദുബായ് മാർക്കറ്റിലൂടെ മറ്റ് പല അറബ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കുമാണ് കച്ചവടം ചെയ്യുന്നതെന്ന സത്യം ഞാൻ അവരോട് പങ്കുവച്ചു. അലിയുടെ കുടുംബത്തിനും കൂട്ടുകാർക്കും ആശ്ചര്യമായിരുന്നു. പാക്കിക്ക് ഇത് ഇന്ത്യൻ വിപണിയിൽ കൂടി എത്തിക്കാനാവുമോ? ഇറാനിയൻ സൂപ്പറുകൾക്ക് സമാനമായ മുഗൾ മോഡൽ സൂപ്പറുകൾ വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രസിദ്ധമാണെങ്കിലും ഇസ്ഫഹാനിൽ നിന്നുള്ള സൂപ്പറുകൾ കൂടി ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ വലിയൊരു വ്യാപാര കൈമാറ്റത്തിന് സഹായിക്കുമെന്നവർ പറഞ്ഞു. ആ സാധ്യത ഉപയോഗപ്പെടുത്താമെന്നും ഞാൻ അവർക്ക് വാക്ക് നൽകി. ഇറാനിയൻ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന മറ്റു പല സാധനങ്ങളും അലി പരിചയപ്പെടുത്തി തന്നു. അതിലൊന്നാണ് പേർഷ്യൻ കവിതകൾ ആലേഖനം ചെയ്ത മൺപാത്രങ്ങളും കൂജകളും. പ്രകൃതിദത്തമായ നിറങ്ങൾ നൽകി മനോഹരമായാണ് പാത്രങ്ങളിൽ കവിതകൾ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഏറെ തിളക്കവും മിനുസവുമുള്ള പാത്രങ്ങൾ ദുബായ് മാർക്കറ്റിൽ അതിവേഗം വിറ്റൊഴിഞ്ഞു. ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിലെ പ്രമുഖരുടെ വരെ പ്രശംസയ്ക്കിടയാക്കിയ ഈ ഉൽപ്പന്നങ്ങൾ തേടിയെത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു. സ്നേഹോപഹാരങ്ങൾ നൽകാനും വീടുകളുടെ അകത്തളങ്ങൾ അലങ്കരിക്കാനും ഇറാനിയൻ കവിത തുളുമ്പുന്ന കൂജകൾ തേടി സ്വദേശികളും വിദേശികളും എത്തിയപ്പോൾ സാംസ്കാരിക കൈമാറ്റത്തിന്റെ പുതിയ തലത്തിലേക്ക് കച്ചവടമെത്തി. ദുബായിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് ഗ്ലർദാഷിലേക്ക് പോകണമെന്ന് അലിയുടെ മൂത്ത മകൾ പറഞ്ഞിരുന്നു. അങ്ങനെ മടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് അലിയുടെ കുടുംബവും കൂട്ടുകാരുമൊത്ത് 4 വാഹനങ്ങളിലായി ഞങ്ങൾ ഗ്ലർദാഷിലേക്ക് തിരിച്ചു. ഷിറാസിൽ നിന്നാണ് അങ്ങോട്ട് തിരിക്കുന്നത്. ഐസ് മലകൾക്കിടയിലെ സ്വർഗീയ നഗരം പോലെ മനോഹരമായിരുന്നു ഗ്ലർദാഷ്. ജീവിതത്തിൽ മുമ്പൊരിക്കലും ഇതുപോലൊരു സ്ഥലം ഞാൻ കണ്ടിരുന്നില്ല. റഷ്യ, കസാക്കിസ്ഥാൻ, ബലൂചിസ്ഥാൻ തുടങ്ങിയവയുടെ അതിർത്തിയോട് ചേർന്നാണത്. മഞ്ഞുമലകൾ തുരന്നു നിർമ്മിച്ച റോഡുകളും പാലങ്ങളും, നോക്കെത്താ ദൂരത്തോളം വെളുത്ത മലകൾ, മലമുകളിൽ നിരവധി റിസോർട്ടുകൾ. കൂടുതലും ജർമ്മൻകാരും റഷ്യക്കാരും ഓസ്ട്രേലിയയിൽ നിന്നുള്ളവരുമാണ് അവിടെ വരുന്നത്. എത്ര കാലത്തേക്കും വേണ്ടുന്ന സാമ്പത്തികാഭിവൃദ്ധിക്കുള്ള വിനോദസഞ്ചാര സ്പോട്ടുകളാണ് ഇറാന്റെ ഓരോ ഭാഗത്തും ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്നതെന്ന് അവിടെ പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. സമ്പന്നമായ ഇറാനിലെ മൈനുകളും പെട്രോളിയം ഖനനവും സ്വർണ്ണഖനിയുമെല്ലാം തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് അംഗീകരിക്കാത്ത രാജ്യങ്ങളുമായി കൈകോർക്കാനോ പങ്കുവയ്ക്കാനോ ഇറാൻ ഭരണകൂടം ഒരിക്കലും തയ്യാറല്ലായിരുന്നു. ഇറാന്റെ സംസ്കാരവും പൈതൃകവും പാടെ തള്ളിക്കളയുന്നവരോട് ഭരണകൂടം ഒരു സന്ധിയും ചെയ്തില്ല. മറിച്ച് അതിമഹത്തായ പുരാതന സാംസ്കാരിക ബലമുള്ള ആ രാജ്യത്തെ അംഗീകരിക്കുന്നവരുമായി കച്ചവടത്തിലും കയറ്റുമതിയിലും തുടങ്ങി പല മേഖലകളിലും ഉഭയകക്ഷി ബന്ധം അവർ സുദൃഢമാക്കി. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം പാശ്ചാത്യ രാജ്യങ്ങൾ ആ ജനതയോടും ഭരണകൂടത്തോടും രാഷ്ട്രീയപരമായ വെറുപ്പ് വച്ചു പുലർത്തുന്നത്. ചില രാജ്യങ്ങൾ ഇറാന്റെ ഉറ്റമിത്രങ്ങളും ചില പാശ്ചാത്യ രാജ്യങ്ങൾ അവരോട് ശത്രുത വച്ചു പുലർത്തുന്നതിനുമുള്ള കാരണങ്ങളിലൊന്ന് ഇതാകാം. താരതമ്യേന ക്ഷയിച്ചെങ്കിലും പഴയ പ്രതാപം കൈവിടാൻ ഇറാൻ ഒരുക്കമായിരുന്നില്ല. പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും ഭൂമിയോടത്രമേൽ അലിഞ്ഞും മണ്ണിനോടും മരത്തിനോടും ഇണങ്ങി ജീവിക്കുന്നവരാണ് ഇറാനിയൻ ജനത. ആ പച്ച മനുഷ്യരുമായുള്ള ഇടപെടലിൽ എനിക്കേറെ അനുഭവിക്കാനും ആസ്വദിക്കാനുമായി. മനസ്സിൽ എന്നും സൂക്ഷിക്കാവുന്ന ഓർമ്മകൾ ആ മനുഷ്യർ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ ആകാശഭൂമിയുടെ ആകെ സ്നേഹവും അലിവും അവരിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകും. കച്ചവടത്തിൽ അതിവിദഗ്ധരുമാണവർ. സംസാരത്തിലെ ഓരോ നിമിഷത്തിലും വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ് അവർ നൽകുക. പിന്നെയും പലതവണ ഇറാനിൽ പോയി അവർക്കൊപ്പം പലയിടങ്ങളും ചുറ്റി സഞ്ചരിച്ചു. നീണ്ട വർഷങ്ങൾ അലിയുമായുള്ള കച്ചവട ബന്ധം നല്ല രീതിയിൽ തന്നെ തുടർന്നു. കാലക്രമേണ ഏറെ വൈവിധ്യമുള്ള സുപ്രകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിത്തുടങ്ങി. സൗത്ത് ആഫ്രിക്കയിലേക്കടക്കം കയറ്റി അയച്ചിരുന്ന ഇറാനിയൻ സുപ്രകൾക്ക് ഡിമാൻഡും കുറഞ്ഞു. സ്വാഭാവികമായും അലിയിൽ നിന്ന് എനിക്ക് ഓർഡറുകൾ കുറയ്ക്കേണ്ടി വന്നു. കച്ചവട ബന്ധത്തിലെ കുറവ് ഫോൺ വിളിയിലും ബാധിച്ചു. എന്നാലും അലിക്കും കൂടെയുള്ളവർക്കും പ്രയാസമാകാതിരിക്കാൻ ഇടയ്ക്കിടെ ചെറിയ ഓർഡറുകൾ നൽകാനും ഞാൻ ശ്രദ്ധിച്ചു. ഇസ്ഫഹാനിൽ നിന്ന് ദുബായിലും ഷാർജയിലുമെല്ലാം ജോലി തേടി എത്തിയിരുന്നവർക്ക് സഹായാവശ്യവുമായി അലിയും വിളിക്കുമായിരുന്നു. പ്രയാസത്തിലും മറ്റുള്ളവരുടെ ജോലിക്കാര്യങ്ങൾക്കുള്ള സഹായാഭ്യർത്ഥന അലിക്കൊഴിച്ചു നിർത്താനായിരുന്നില്ല. അതിനിടയ്ക്ക് ഓരോ തിരക്കിൽ കുറച്ചു കാലത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയുണ്ടായില്ല. എങ്കിലും അലി മുഖേന ജോലി അന്വേഷിച്ചെത്തിയ പലരോടും
ഞാൻ അവനെക്കുറിച്ച് ചോദിച്ചിരുന്നു. ബാങ്ക് ലോണിലും കടത്തിലും വലിയ പ്രയാസം അലിക്കുള്ളതായി അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ബിസിനസ്സിൽ വലിയ തകർച്ച തുടങ്ങിയിരുന്നു. സാധാരണക്കാരായ തൊഴിലാളികളെയാണെങ്കിൽ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കാനുള്ള മാനസിക നിലയിലുമായിരുന്നില്ല അലി. എന്നെങ്കിലും ഒരിക്കൽ ശരിയാകുമെന്ന ഉൾവിളി അവന്റെ മനസ്സിൽ വല്ലാതെ ഉണ്ടായിരുന്നു. പലയിടത്തു നിന്നും കടമെടുത്തു. പണം വല്ലാതെ റോൾ ചെയ്തു. വിചാരിച്ചയത്ര ഓർഡറുകൾ ലഭിക്കാത്തതും ഇറാനിലെ രാഷ്ട്രീയ പ്രതിസന്ധിയും കച്ചവടത്തെ നന്നായി ബാധിച്ചു. ഓരോ ദിവസവും ഇറാനിയൻ കറൻസിയായ തൊമൻ ഇടിഞ്ഞുകൊണ്ടേയിരുന്നു. ഡോളറുമായുള്ള മൂല്യം വല്ലാതെ താഴ്ന്നു. റോ മെറ്റീരിയലുകൾക്കുള്ള വില നാൾക്കുനാൾ വർദ്ധിച്ചു. പറഞ്ഞ സമയത്തിന് പണം തിരികെ നൽകാനാകാത്തതിന്റെ വലിയ പ്രയാസം അലിയെ നന്നായി അലട്ടി. അങ്ങനെയിരിക്കെ ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടിൽ ഇറാനി നമ്പറിൽ നിന്നൊരു ഫോൺ കോൾ. അത് അലിയാകുമെന്ന് മനസ്സ് മന്ത്രിച്ചു. ഫോണിന്റെ മറുതലയ്ക്കൽ ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. സലാം അലൈക്കും ഹാജി. അലിയുടെ മക്കൾ എന്നെ ഹാജി എന്നാണ് വിളിച്ചിരുന്നത്. അത് ഞാൻ ഹജ്ജ് കർമ്മം ചെയ്തതുകൊണ്ടല്ല. ഇറാനി പെൺകുട്ടികൾ പുറം രാജ്യക്കാരെ ബഹുമാന സൂചകമായി ഹാജി എന്ന് കൂട്ടിച്ചേർത്താണ് വിളിക്കുക. അലിയുടെ രണ്ടാമത്തെ മകൾ നോയിദ മുഖ്താർ അലിയാണത്. കാര്യങ്ങൾ അറിയാൻ സംസാരിച്ചു തുടങ്ങിയ എന്നോട് ദുഃഖവാർത്തയായിരുന്നു മകൾക്ക് പറയാനുണ്ടായിരുന്നത്. അലി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. നിറഞ്ഞ കണ്ണുകളോടെയല്ലാതെ എനിക്ക് ആ വാർത്ത കേൾക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ വൈകിട്ട് അതൊരു തീപിടുത്ത അപകടമായിരുന്നു. വീടിനോട് ചേർന്നുള്ള വെയർഹൌസും സുപ്രകൾക്ക് നിറം നൽകുന്ന പണിശാലയടക്കം ചുട്ടരിച്ച ദുരന്തം അലിയുടെയും കൂടെ 44 ജോലിക്കാരുടെയും ജീവനെടുത്തു. അവരിലേറെയും സ്ത്രീകളായിരുന്നു. 30-ലധികം പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഫോണിന്റെ മറുതലയ്ക്കൽ 1 മണിക്കൂറോളം തേങ്ങലോടെയല്ലാതെ നോയിദയ്ക്ക് എന്നോട് അക്കാര്യം മുഴുമിപ്പിക്കാനായില്ല. അന്ന് രാത്രി തന്നെ ഞാൻ ഇസ്ഫഹാനിലേക്ക് തിരിച്ചു. ഒന്നും അവശേഷിപ്പിക്കാതെ വെയർഹൌസും നിർമ്മാണ യൂണിറ്റും ചാരമായിരിക്കുന്നു. അള്ളാഹുവിന്റെ കൃപയാൽ വീടിന് ചെറിയ കേടുപാടുകളല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. എങ്ങനെയാണ് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ മക്കളെ ചേർത്തുപിടിച്ച് ഞാൻ ഏറെ നേരം സ്തബ്ധനായി നിന്നു. കഴിഞ്ഞുപോയ അലിയോടൊപ്പമുള്ള ദിവസങ്ങൾ മനസ്സിൽ മിന്നിമറയുന്നു. ആശുപത്രിയിൽ വെച്ചാണ് അലിയുടെ വെന്ത ശരീരം ഒരു നോക്ക് ഞാൻ കണ്ടത്. ഭൂഗർഭ അറയിൽ ഇവർ നിൽക്കുന്ന സമയം അവിടെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. തുണികൾ ഡൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചൂളയുടെ ഇരുമ്പിന്റെ സ്റ്റാൻഡ് പൊട്ടിയിട്ട് അതിൽ നിന്നൊരു ചെമ്പ് കഷ്ണം തുണികൾ നിറച്ച ചാക്കിലേക്ക് വീഴുകയായിരുന്നു. അതാരും കണ്ടിരുന്നില്ല. ചെറിയ കനലായി വീണത് പിന്നെ പതിയെ പതിയെ പുകഞ്ഞ് വലിയ തീഗോളമായി ഓരോരുത്തരെയും വിഴുങ്ങി. പലരെയും രക്ഷിച്ചെങ്കിലും ആ വലിയ കുംഭകാരണം അലി പതറി. എല്ലാവരെയും രക്ഷിക്കാനായുള്ള വെപ്രാളത്തിൽ അലിക്ക് പുറത്തു കടക്കാനായില്ല. ഒരുവിധം മരത്തിന്റെ കോണിയിൽ അള്ളിപ്പിടിച്ച് പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും തീപിടിച്ച കോണിയുടെ ഒരു ഭാഗം അടർന്നു വീണിരുന്നു. പതിയെ അള്ളിപ്പിടിച്ച് കയറുന്നതിനിടെ ഭാരം കാരണം അലി ചവിട്ടുപടികൾ തകർന്ന് താഴേക്ക് പതിച്ചു. കറുത്ത പുകച്ചുരുളുകൾക്കുള്ളിൽ ആ വലിയ മനുഷ്യൻ വെന്തുരുകുന്നത് നിസ്സഹായതയോടെയും നിലവിളികളോടെയും നോക്കി നിൽക്കാനേ മറ്റുള്ളവർക്കായുള്ളൂ. തങ്ങളുടെ മുമ്പിൽ നടന്ന ആ ദുരന്തത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് മുക്തമാകാൻ അലിയുടെ ഭാര്യയ്ക്കും മക്കൾക്കുമായില്ല. പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയായ ശേഷം ഖബറടക്കത്തിന് കൊണ്ടുപോകവേ പോലീസുകാരാണ് സംഭവം വിശദീകരിച്ചു തന്നത്. ആദ്യമായായിരുന്നു ഞാനൊരു ഷിയ മുസ്ലിമിന്റെ ഖബറടക്കത്തിൽ പങ്കുചേരുന്നത്. സുന്നികളുടെ സംസ്കാര ചടങ്ങിൽ നിന്ന് ഏറെ വ്യത്യാസമുണ്ടായിരുന്നു ഷിയാക്കളുടേത്. ഖബറടക്കം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ ദുബായിലേക്ക് മടങ്ങിയത്. കെട്ടിപ്പിടിച്ചലമുറയിട്ട് കരയുന്ന മക്കളെ നെഞ്ചോട് ചേർത്ത് എന്താവശ്യത്തിനും വിളിക്കണമെന്ന് കണ്ണീരോടെ ഞാൻ പറഞ്ഞൊപ്പിച്ചു. ഇപ്പോഴും അലി അവിടെയുണ്ടെന്ന് മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി കുടുംബവുമായി പഴയ ബന്ധം നിലനിർത്തുന്നു. അതിനിടയ്ക്ക് അലിയുടെ ഭാര്യ രോഗിയായി, കിടപ്പിലായി, മരണത്തിന് കീഴ്പ്പെട്ടു. അതിനിടെ പെൺമക്കളുടെ എല്ലാം വിവാഹം കഴിഞ്ഞു. സ്ത്രീധനം വരൻ വധുവിന് നൽകുന്ന രീതിയാണവിടെ. 4ാമത്തെ മകൾ വിവാഹിതയായിട്ടില്ല. തന്റെ കഴിവ് രാജ്യത്തിനായി സമർപ്പിച്ച് ജീവിക്കുകയാണ് ആ മിടുക്കി.
ഇറാനിലെ അറിയപ്പെടുന്ന കരകൗശല ആർട്ടിസ്റ്റായ അലിയുടെ ചെറിയ മകൾ തുണികളിലും മറ്റും അസാധ്യമായ ഡിസൈനുകൾ തീർക്കുന്ന പ്രതിഭാശാലിയാണ്. കൈകൊണ്ട് തീർത്ത ഡിസൈനുകളുള്ള സുപ്രകൾ വൻതോതിലാണ് അവിടെ വിറ്റഴിയുന്നത്. അബുദാബിയിൽ താമസിക്കുന്ന മകൾ ഇടയ്ക്കിടെ കുടുംബസമേതം ദുബായിൽ വരും. മറ്റു 2 പെൺമക്കളും ഭർത്താക്കന്മാർക്കൊപ്പം ഇറാനിൽ തന്നെയാണ്. പാരമ്പര്യമുള്ള ആ കച്ചവടം അലിയുടെ ഓർമ്മയ്ക്കായി മകൻ ഇപ്പോഴും നടത്തിപ്പോരുന്നു. വലുതല്ലെങ്കിലും ഇടയ്ക്കിടെ ഓർഡറുകൾ നൽകി ആ ബിസിനസ് നിന്നുപോകാതിരിക്കാനുള്ള കൈത്താങ്ങ് ഞാൻ ഇന്നും മുടക്കിയിട്ടില്ല. ഇത്തരത്തിൽ ഇനിയും ഒരുപാട് ദസ്തഖീർ അലിമാർ ഇറാന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ലോകം കൊതിക്കുന്ന ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളുമായി ജീവിക്കുന്നുണ്ടാകും. അവർക്കായി കാലം കാത്തുവച്ച സമയത്തിനായി.